ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ഭാഗമാണ് മാനേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഘടകം. നമ്മൾ ഈ പാഠഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ട്രെയിനിങ്ങിനെ കുറിച്ചും പെഡഗോഗിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് ദ സക്സസ് ഓർ ദി എക്സിസ്റ്റൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ the executives of the organization. They are the main factor or they are the main resource who made the organization alive and who make new ideas and who make the organization competitive in the common market. So we can say that executives are the valuable assets of an organization. So, the success or the failure of an organization depends upon the executive of the organization. If the executives of the organizations are very capable and very skillful and they are also trained and motivated and they have the competitive ability, then the organization will be a success. In the other side, vice versa. So, every organization concentrate on their executives, and the vitally important thing is the performance of the executives of the organization. So every organization always try to improve the abilities and qualities of executives or managers. So this purpose, what purpose? In order to improve the quality of executives or managers in the organization always purposefully give trainings to the managers or executives in the organization. So that's why the ability, the compatibility, the quality and the knowledge, skill of the executives are developed. Then only the organization will have an existence in the competitive market. So നമ്മൾ പറഞ്ഞു എന്ത്, the successful managers can always meet the changes or the challenges in present and future. They have the ability, they have the courage, they have the experience, knowledge, skill to cope with the sudden changes happening in the marketplace. So here we discuss a definition of management development or executive development. According to Dale S. Beach, we all know who is Dale S. Beach. According to Dale S. Beach, management development is a systematic process of training and growth by which individuals can gain and apply knowledge, skills, insight, and attitude to manage orientation effectively. Okay, next മൈക്കേൽ ജുഷ്യസിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോഗ്രാം ബൈ വിച്ച് എക്സിക്യൂട്ടീവ് കപ്പാസിറ്റീസ് ടു അച്ചീവ് ഡിസൈർ ഒബ്ജക്റ്റീവ്സ് ആർ ഇൻക്രീസ്. അപ്പോൾ രണ്ട് ഡെഫിനിഷൻ നമ്മൾ നോക്കി. എന്താണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്? നമുക്ക് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഒന്നിലൂടെ മാത്രമേ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ത്രൂ പ്രോപ്പർ ട്രെയിനിങ് അല്ലേ. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ്. അതായത് ഈ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിലെന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് പേഴ്സൺസ് മീൻസ് എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജേഴ്സ് അല്ലേ. എങ്ങനെയാണ് അവർക്ക് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നത്? ബൈ ഗിവിങ് ദ നെസസറി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ അവരുടെ എന്ത് മാറി? ബിഹേവിയർ മാറി. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ദി മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓർ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഈസ് എ ലോങ് ടേം ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലേ. എന്ത് സമയമെടുക്കും? നമ്മുടെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൂടാതെ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇഫ് ദ ട്രെയിനിങ് ഈസ് ബ്രേക്ക് അറ്റ് എ പോയിൻറ്റ്, ദി past
training or the past efforts are meaningless. അല്ലേ? നമ്മളിതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദ ചേഞ്ചിങ് ബിഹേവിയർ ഓഫ് മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ ദി ഓർഗനൈസേഷൻ by proper training is a continuous process. We can't achieve a change in behavior of executive within a day. It will take time. So രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തെ പറയുന്നു എന്താണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് വൺ ആണ്. ഇറ്റ്സ് ഹാവ് സിസ്റ്റമാറ്റിക് പ്രോസസ് അല്ലേ? ഇത് ഒരു പ്ലാൻഡ് വൺ ആണ്. ആൻഡ് ഓർഗനൈസ്ഡ് പ്രോസസ് ഓഫ് ലേണിംഗ്. It's an organized process of learning. There will be a trainer. There will be a good hierarchy structure in order to find out who need training, who are the person, who are the executive or who are the managers actually need training. The organization member systematically find out who need training. And they will ultimately find out the best trainer available in the market and give proper training through using proper techniques and tools and methods. So it's a planned one and it's an organized process of learning. It's a process of learning. അല്ലേ? മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. The last one is it aims at preparing managers for better performance. Right? ഇവിടെ പറയുന്നു മാനേജേഴ്സിന് എന്തിനു സഹായിക്കുന്നു? ദി എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈസ് എ ഐ ഓപ്പണർ ടു ദി മാനേജേഴ്സ്. അല്ലേ? ഐ ഓപ്പണർ, കണ്ണു തുറപ്പിക്കലാണ്. എങ്ങനെ? After the training, managers can find out the inner hidden capacities or talents. അല്ലേ? അവരുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽസ് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദേ ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് അവർ പെർഫോമൻസ് ആൻഡ് ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ടു എ ഹയർ ലെവൽ. So these are the characteristics of executive development or management development. So next we have to study what are the importance of executive development. നമുക്ക് എന്ത് പഠിക്കണം? എന്താണ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? നമുക്കത് നോക്കണം. എന്തിനാണ് ഓർഗനൈസേഷനിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രെയിൻഡ് മാനേജേഴ്സ്. Every organization lacking trained managers. It is very difficult to recruit the trained managers from the first attempt itself. We can grab or we can acquire qualified managers in the market, but we can't acquire sometimes we can't acquire talented or trained managers in the society. So to develop talented or trained or capable personnel or capable managers, a systematic development program should be arranged. Every organization attempt to achieve success. In order to get good success in the future, every organization need good executives or talented executives. How could an organization get talented executives? This is not inborn. The talents never acquired through birth. So it can be improved by training. So every organization give proper systematic development program to the executives in the organization. So that's first importance. Second one, ഫസ്റ്റ് ഇമ്പോർട്ടൻസിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. എന്തത്? നമുക്ക് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല? ടാലൻറ്റഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ കിട്ടാൻ മാനേജേഴ്സിനെ എടുത്ത് അവരെ ടാലൻറ്റഡ് ആക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവർക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്, കോംപ്ലക്സ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ജോബ്. അല്ലേ?
അതായത് മാനേജ്മെൻറ്റ് ജോബ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, നോട്ട് ഈസി അല്ലേ. ദ management jobs are done by the managers or executives in the organization. The point is, the management jobs are very complex. So, an ordinary man couldn't have the ability to solve out the complex nature of management. So, there is a need of trained and capable manager. Right? അല്ലേ? അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലക്സ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ ഒരു ഫീൽഡാണ്. അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിക്കൽ ചേഞ്ചസും ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വേണം, ഈ ചേഞ്ചസിനെയും അല്ലെങ്കിൽ മാറ്റങ്ങളെയൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് സെർട്ടൻ സ്കിൽസ് അല്ലേ, സെർട്ടൻ നോളേജ് അല്ലെങ്കിൽ സെർട്ടൻ ആറ്റിറ്റ്യൂഡ് ആവശ്യമായിട്ടുണ്ട് അല്ലേ. ഈ നോളേജും സ്കില്ലും ആറ്റിറ്റ്യൂഡ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, നമ്മൾ മീൻസ് മാനേജേഴ്സിന് എങ്ങനെ നേടിയെടുക്കാം, ത്രൂ പ്രോപ്പർ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്. സോ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഈസ് നീഡഡ്. നെക്സ്റ്റ് വൺ പറയുന്നു സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. സോഷ്യലും ടെക്നോളജിക്കലുമായിട്ടുള്ള ചേഞ്ചസ് കാരണം എന്തിൻ്റെ ആവശ്യകത വരുന്നു, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യകത വരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെയാണ്, ടു മീറ്റ് ദ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഓർ ടു മീറ്റ് ദ ഡെവലപ്മെൻറ്റ്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ് അല്ലേ. സോഷ്യൽ ചേഞ്ചസ് ട്രമൻഡസ് ആയിട്ടുണ്ടാകുന്നുണ്ട് അല്ലേ. നമ്മൾ റാപ്പിഡ്ലി ചേഞ്ചസ് ആർ ഒക്കേർഡ് ഇൻ ദി ബിസിനസ് വേൾഡ്. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദീസ് ഡെവലപ്മെൻറ്റ്സ്, ന്യൂ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഷുഡ് ബി ഡെവലപ്ഡ് അല്ലേ. ഡേ ബൈ ഡേ, മന്ത് ബൈ മന്ത് അല്ലേ, എന്തുണ്ടാകുന്നു, ബിസിനസ്സിൽ ചേഞ്ചസ് വരുന്നു. ഈ ചേഞ്ചസ് ഗ്രാബ് ചെയ്യാൻ, ഇൻ ഓർഡർ ടു കോപ്പ് വിത്ത് ദി ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ബിസിനസ് വേൾഡ്, മാനേജ്മെൻറ്റ് ഷുഡ് ബി ഡെവലപ്ഡ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഈസ് നെസസറി. സോ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജേഴ്സ് or social responsibility of management. നമുക്കറിയാം ബിസിനസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ സൊസൈറ്റി. സോ ദാറ്റ് ബിസിനസ് ഫേം always responsible to the society. They will ultimately producing the product and sell to that products to the customers. The customers are the people who belong to the society. So business firm need human resources in order to produce product, in order to make ideas, in order to execute ideas, right? So these human resources are coming from the exact society. So in all ways business organization responsible to the society. So the management of the organization should give more importance to the society in order to provide good service to the society, or in order to meet the obligations to the business firm to the society. The executive development is necessary. The executive development program to inculcate such culture among management personnel. അപ്പോൾ സൊസൈറ്റിയുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിൻ്റെ കാരണം നമുക്ക് എന്ത് വേണം, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് വേണം. ആ സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവരുമായിട്ട് നല്ല റിലേഷൻ വരുത്താൻ, അവരുടെ എക്സിസ്റ്റൻസ്, സൊസൈറ്റിൻ്റെയും ബിസിനസ്സിൻ്റെയും എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടൊക്കെ ബിസിനസ് ഓർഗനൈസേഷനിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നെസസറിയാണ്. ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. ബിസിനസ് എന്ന് പറയുന്നത് ചേഞ്ചസ് വരുന്നൊരു കാര്യമാണ് അല്ലേ. ഫ്യൂച്ചറിൽ നമുക്ക് പല ചേഞ്ചസ് ഉണ്ടാവും, ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ചേഞ്ചസും ചലഞ്ചസും എന്ന് പറയുന്നത് നോട്ട് ദി സെയിം അല്ലേ. ഭാവിയിൽ അത് ഒന്നെ ആവണമെന്നില്ല. അത് നമുക്കറിയാം, ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ മാറ്റമാണ്. അത് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു മാറ്റമല്ല. അപ്പോൾ പുതിയതായി പല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇൻ ഓർഡർ ടു മീറ്റ് ദി ചലഞ്ചസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ്, management or managers or the personnel should be continuously educated. Why this personnel should be continuously educated? In order to meet the changes and challenges in the present and the future of the organization. So executive development or management development is never ending process. So these are the importance of executive development or management
ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നു എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? എംപ്ലോയീസിൻ്റെ ഇടയിൽ അവർക്ക് ബേസിക് നോളജും സ്കിൽസും കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്.